ദിരികിട ദിം തനനന ദിം തനനദനദോ ദിം തനനന ദിം തന ദിരികിട ദിം തനനന ദിം തന ദിരികിട ദിം തനനന ദിം തനനദനദോ. ഈ ഷാലിത് എവിടെ? ക്ലാസ് തുറന്നിട്ട് പിന്നെ പെണ്ണിരുന്ന് കളിക്കുന്നത് ഇത് എവിടെയാണോ ഈശ്വര? ഏട്ടൻ്റെ ക്ലാസ് അറിയി ചോറായിട്ട് ഞാൻ എങ്ങോട്ട് പോകാൻ? ഇതൊക്കെ എടുത്തിട്ട് പോയാൽ മതിയായിരുന്നു ആ കാലമാതിന്. ഇതേ നിൽക്കണു. എടി ഷാലു, ക്ലാസ് തുടങ്ങാനായി, പെട്ടെന്ന് വാ. ആ അയ്യോ സോറി, ഞാൻ എന്ത് കണ്ടില്ല? എന്റെ മുഖത്ത് കണ്ടില്ലേ? ഭക്ഷണമൊക്കെയാണോ തട്ടി മറിച്ചിരുന്നേ? ഈ ഭക്ഷണം ഞാൻ എവിടെ നിന്നുണ്ടെ കൊടുക്കാനാ? തീരെ ബുദ്ധിയില്ലാത്തൊരു സാധനങ്ങൾ ഇറങ്ങിക്കോളും മറ്റുള്ളവരെ മെനക്കെടുത്താനായിട്ട്. കൂടുതൽ ചാടിക്കാതെ നിൽക്കണ്ട. കാണാനിട്ടില്ല, അല്ലാതെ വേണം വെച്ചിട്ടൊന്നുമല്ലോ. ഇപ്പോഴത്തെ ഷോകളൊക്കെ അല്ലേ. ഇങ്ങോട്ടൊന്ന് തട്ടിയതും പോരാ, എന്നോട് തട്ടി കയറാൻ നിൽക്കുന്നു. അതിന് നീ ഏതാടി? ഈ കുറിപ്പെന്താ ഇവിടെ? ഏതോ പെണ്ണിന് മിക്കിട്ട് ആണല്ലോ. ഏയ് ജാനു, എടേ. ആ, ഞാൻ ഏട്ടനെ കാത്തിരിക്കുന്നു. ഇതേ ഈ ബുധന ഏട്ടന് വിടുന്ന ഭക്ഷണമൊക്കെ നേരത്തെ തട്ടിയിട്ടു. എന്താ ലച്ചുവിന് ചുറ്റൊരു ആൾക്കൂട്ടം? ഇവളെന്താ അടി ഉണ്ടാക്കിയോ? ലച്ചു, എന്താണ് നീ പന്തങ്ങട്ട പേശാവിയപ്പിടിക്കണേ? ഇവരൊക്കെ ആരാന്നറിഞ്ഞ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി തരുമോ? ഇല്ലല്ലോ. എന്റെ പൊന്നു ജാനു, ആ വാടിച്ചു നീ ഒന്ന് വന്നേ. അരവിന്ദേട്ടാ, പക്ഷെ ചോറ്. ഐ ആം റിയലി സോറി ഏട്ടാ, ഞാൻ കാണാത്തോണ്ടാ. ഞാൻ വേണമെങ്കിൽ ക്യാൻറ്റീനിൽ ഭക്ഷണം വാങ്ങിച്ചേരട്ടെ നിന്ന്. ഏയ് അതൊന്നും സാരില്ലടോ, അറിയാഞ്ഞിട്ടില്ലേ? അതൊന്നും കുഴപ്പമില്ല. താൻ ചെല്ലാൻ നോക്ക്, ഇവളെ ഞാൻ കൊണ്ടുപോയിക്കോളാം. ഏതാടിയ പെണ്ണ്? എന്താ പ്രശ്നം? ഷാലു, ക്ലാസ് നേരം വൈകിയോണ്ട് നിന്നെ കണ്ണോണ്ട് നിന്റെ അടുത്തേക്ക് ഓടി വന്നതാ ഞാൻ. ഈ പെണ്ണ് പോയത് ഞാൻ ശ്രദ്ധിച്ചില്ല. അതിനെ തട്ടി അതിൻ്റെ കയ്യിലെ ചോറ്റുമാത്രം നിലത്തേക്ക് വീണു. ചോറൊക്കെ താഴെ പോയി. അതിനാണ് അവൾ ഇങ്ങനെ കിടന്ന് പൊട്ടിത്തെറിച്ചത്. എന്തൊക്കെ പറഞ്ഞാലും അതിനോട് സംസാരിച്ച് ജയിക്കാൻ മാത്രം പറ്റില്ല. നീ വാ, ക്ലാസ്സിലേക്ക് ചെല്ലാം. തല്ലുകൂടിയെങ്കിൽ എന്താ? ഏട്ടൻ്റെ പേര് കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? അരവിന്ദ്, നല്ല പേരല്ലേ? അരവിന്ദോ? നിനക്ക് ഇഷ്ടമല്ല ഏട്ടൻ്റെ പേര്? സച്ചിന്നല്ലേ? സച്ചിയോ? ഏത് സച്ചി? ഞാൻ ഈ ഏട്ടനെ വെച്ചിട്ടല്ലേ നിന്നോട് ഇത്ര ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഏതാടി ഏട്ടൻ? ഞാൻ അതൊരു കണ്ടിട്ട് പോലും ഇല്ല അതിനൊന്നും. എടി ലച്ചു, നീ അല്ലേടി എനിക്ക് ഇന്നലെ കാണിച്ചു തന്നേ അതാ ഞാൻ പ്രേമിക്കുന്ന ഏട്ടൻ എന്ന് പറഞ്ഞിട്ട്. ആ സച്ചിയേട്ടൻ അന്നലെ അടി ഉണ്ടായപ്പോ ആ അടി നിന്നെ പിടിച്ചു മാറ്റി. നീ അതിനല്ലേ എനിക്ക് കാണിച്ചു തന്നേ? എൻ്റെ പൊന്ന് ഷാലു, നീ പറയണേ സച്ചിയേട്ടൻ ആരാന്ന് എനിക്ക് അറിയാൻ പോലും ഇല്ല. ഞാൻ അന്ന് മുതൽ ഈ അരവിന്ദേട്ടൻ്റെ കാര്യമാണ് പറയണേ. എന്തായാലും നീ അത് വിട്. സച്ചി വന്നില്ലേ ഇന്നലെ രാത്രി പോയിട്ട്? എന്തിനാണോ ഇപ്പൊ ചോദിച്ചത്? കുറച്ചും കൂടി നേരം വൈകിട്ട് ചോദിച്ചാൽ പോരായിരുന്നു. അറിയാൻ പാടില്ല ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ മകൻ അർജുനാണോ അതോ സച്ചിയാണോ? ശ്രീജ, വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം. നിങ്ങൾ വാക്കുകൾ സൂക്ഷിച്ചിട്ടാണോ ഉപയോഗിക്കുന്നത്? പിന്നെ ഞാൻ എന്തിനാ അതൊക്കെ ശ്രദ്ധിക്കണം? എന്റെ ഗസ്റ്റുകളെ അപമാനിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത് നീ ആയാലും നിന്റെ മോനായാലും ശരി. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒന്നും അറിയണ്ടല്ലോ. എൻ്റെ മോനല്ലേ വിഷമിക്കണം നിങ്ങൾ കാരണം. ഇന്നലെ കരഞ്ഞിട്ട് അവൻ ഇവിടുന്ന് പോയി. നിങ്ങളിതൊക്കെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. കുറച്ച് സ്വൈര്യം തരൂ, ഒരു അമ്മയും മോനും. ഞാൻ വേണ്ടാതിരുന്നോളാം, പക്ഷെ ഇതിനൊക്കെ നിങ്ങൾ ഗീതിക്കുന്ന ഒരു സമയം വരും. വരുമ്പോ ഞാനങ്ങ് സഹിച്ചോളാം. ഞാൻ സന്തോഷം കൂടെ പുറത്തേക്ക് പോവാ. അത് അവൾക്ക് ചെറിയൊരു വയറുവേദന പീരീഡ്സ് ഉണ്ട്. അപ്പൊ അവൾ അച്ഛൻ വിളിക്കാൻ വേണ്ടി വന്നതാ. ആണോ? എന്നാ ശരി, ഞാൻ പോട്ടേടോ. ഷോ, ഉള്ള കോടായിട്ടാണെങ്കിൽ അരവിന്ദ് വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ ഈ വെള്ള ഷർട്ട് എങ്ങനെ ഞാൻ നനയ്ക്കുക? തൽക്കാലം ആ നിൽക്കുന്ന കുട്ടിയുടെ കുടയിലേക്ക് കയറാം. ഏയ് കുട്ടി. അതെ, എൻ്റെ കയ്യിൽ കുടയില്ല. എൻ്റെ കുട കൂട്ടുകാരൻ കൊണ്ടുപോയി. തനിക്ക് വിരോധമില്ലെങ്കിൽ തൻ്റെ കുടയില്ലേ ഞാൻ ബെസ്റ്റ് പേരൊന്ന് വന്നോട്ടെ. ഓ താങ്ക് യു. എൻ്റെ പേര് സച്ചിൻ. സച്ചിൻ എല്ലാവരും വിളിക്കും. തൻ്റെ പേരെന്താ? താൻ ഏത് ഇയറാ? ഞാന് 3rd ഇയറാ. താനോ? ഇന്നലെ താനല്ലേ അയാളുടെ മുന്നിൽ വാ പൊളിച്ചു പോയി നിന്നിരുന്ന്? അവിടുന്ന് പിടിച്ചു മാറ്റില്ലെങ്കിൽ കാണായിരുന്നു. അത് പിന്നെ പെട്ടെന്ന് ആൾക്കാർ ഓടിയപ്പോ എങ്ങോട്ട് ഓടേണ്ടത് മനസ്സിലായില്ല. ഇന്നലെ ഒരു താങ്ക്സ് പറയാൻ പോലും പറ്റില്ലല്ലോ. അതിന് മുന്നേ സച്ചിയേട്ടൻ പോയില്ലേ? അതൊന്നും കുഴപ്പമില്ലടോ. ഇന്നലെ ഞാൻ തന്നെ സഹായിച്ചു, ഇന്ന് താൻ എന്നെ സഹായിച്ചു. അത്രല്ലേ ഉള്ളൂ. പറ്റാനില്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സച്ചിയേട്ടന്റെ കൂട്ടുകാരനാണോ ഈ അരവിന്ദേട്ടൻ? ആ അതിലോ, എന്തേ അവനെ വല്ല പരിചയമുണ്ടോ? അയ്യോ അതല്ല, എന്റെ കൂട്ടുകാരിന്ന് ലച്ചു. ലച്ചുവിന് കണ്ടപ്പോ മുതലേ അരവിന്ദേട്ടന് ഭയങ്കര ഇഷ്ടാ. അപ്പൊ അതുകൊണ്ട് ചോദിച്ചതാ. അരവിന്ദിനോ? എന്റെ കാണണമല്ലോ ആ ലച്ചുവിന്. എങ്ങനെയാണോ എന്റെ കൂട്ടുകാരന് ഇഷ്ടായത്?
അതൊരു ദിവസം ഇവള് അച്ഛന്റെ കൂടെ പച്ചക്കറി വാങ്ങാൻ പോയതാ. അവിടെ ചെന്നപ്പോ ഇവളാണ് മലന്നടിച്ച് വീണത്രേ, അതും അരവിന്ദേട്ടന്റെ മുന്നില്. അന്ന് മുതൽ അരവിന്ദേട്ടനോട് പ്രശ്നമാ പറഞ്ഞത്. ഇത്ര ദിവസം അരവിന്ദേട്ടനെ പേര് കണ്ടുപിടിക്കാൻ നടക്കിയിരുന്നു. ഇതേതോ ഒരു പെൺകുട്ടിയായിട്ട് തല്ലുണ്ടാക്കി. ആ പെൺകുട്ടിയുടെ ഏട്ടനാ അരവിന്ദേട്ടൻ. അങ്ങനെ അവള് ഭയങ്കര സന്തോഷത്തിലാ പേരറിഞ്ഞെ. എന്താണ് ജാനിമോളായിരിക്കും എന്ന് അരവിന്ദ് പറയുണ്ടായി. ഏതോ ഒരു പെണ്ണിന്റെ മേലെ ജാനിമോള് പോയി മെക്കെട്ട് കയറിയത്. അത് ഈ ലച്ചു അല്ലേ? ഈ ലച്ചുവിന്റെ പ്രേമം അരവിന്ദിനോട് ഞാൻ പറയണോ? അയ്യോ അത് വേണ്ട, അവളെന്നെ പറഞ്ഞോട്ടെ. ഞാൻ അരവിന്ദേട്ടനെ പരിചയമുണ്ടോ എന്ന് ചോദിച്ചതാ. സംസാരിച്ച് ബസ് സ്റ്റോപ്പ് എത്തി പറഞ്ഞില്ലല്ലോ. എന്നാ ശരി, നാളെ കാണാം. ശരി, നാളെ കാണാം.